വിവാദ ജ്യോതിഷി സന്തോഷ് മാധവൻ അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വഞ്ചന, പീഡനം തുടങ്ങിയ കേസുകളിൽ നേരത്തെ അറസ്റ്റിലായിരുന്നു. രാഗിൻ വിവരങ്ങളുമായുണ്ട്. രാഗിൻ, ഇത്തരത്തിലുള്ള കേസുകളിലൂടെ കുപ്രസിദ്ധി നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എപ്പോഴാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചത്? ഒട്ടേറെ കേസുകളിൽ പ്രതിയായിരുന്ന വിവാദ ആൾ ദൈവം സന്തോഷ് മാധവനാണ് മരിച്ചത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. നേരത്തെ ഹൃദയ സംബന്ധമായിട്ടുള്ള ചില അസുഖങ്ങളുണ്ടായിരുന്നു. ഇന്ന് രാവിലെ മൂർച്ഛിക്കുകയായിരുന്നു. 11:30യോടുകൂടി അന്ത്യം സംഭവിച്ചു. ഹാർട്ട് ഫെയിലിയർ എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. നേരത്തെ ഒരു 2008 തുടക്കത്തിലാണ് ഈ സന്തോഷ് മാധവന്റെ പേര് ഉയർന്നു വരുന്നത്. സ്വയം സന്യാസിയായി പരിവേഷം ചാർത്തിക്കൊണ്ടാണ് സന്തോഷ് മാധവൻ എത്തുന്നത്. ഇതിനിടെ പ്രവാസി വനിത ഈ സന്തോഷ് മാധവനെതിരെ ഒരു പരാതി നൽകി. അതായത് വഞ്ചന കുറ്റമാണ് നൽകിയത്, പണം തട്ടിച്ചുവെന്ന്. അത് ആദ്യം സന്തോഷ് മാധവൻ ഇക്കാര്യങ്ങൾ നിഷേധിച്ചെങ്കിലും പിന്നീട് സംസ്ഥാന പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ സന്തോഷ് മാധവൻ തന്നെയാണ് തട്ടിപ്പ് നടത്തിയത് എന്ന് വ്യക്തമായിരുന്നു. തുടർന്ന് അറസ്റ്റുണ്ടായി. അതിനുശേഷം പീഡന കേസ് കൂടി പുറത്തേക്ക് വരികയായിരുന്നു. പെൺകുട്ടികളെ പീഡിപ്പിച്ചു, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ചു എന്നത് സംബന്ധിച്ചുള്ള കേസുകൾ കൂടി പുറത്തേക്ക് വന്നു. അതോടൊപ്പം ഇയാൾ ആ കേസുകളിൽ നിന്ന് അറസ്റ്റിലായി. മാത്രമല്ല, ഈ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളടങ്ങുന്ന CD അടക്കം പോലീസ് ഒന്ന് കണ്ടെടുത്തൊക്കെ വലിയ വിവാദമായിരുന്നു. അങ്ങനെ കേരളത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസും ഒരു സംഭവമായിരുന്നു ഈ സന്തോഷ് മാധവനുമായി ബന്ധപ്പെട്ടത്. അതിനുശേഷം കോടതി കേസുകളിൽ സന്തോഷ് മാധവനെ ശിക്ഷിച്ചു. തുടർന്ന് പുറത്തിറങ്ങിയ സന്തോഷ് മാധവൻ പുറം ലോകവുമായി അധികം ബന്ധമില്ലാതെ അങ്ങനെ ജീവിതം നയിച്ചു വരികയായിരുന്നു. ഇതിനിടെയാണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത്. ശരി, രാഗിൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.